നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടനിൽ ലേബർ പാർട്ടിയുടെ പുതിയ നേതാവായി ആൻഡി ബേണം ചുമതലയേറ്റു. ലണ്ടനിലെ TUC ആസ്ഥാനത്ത് നടന്ന പാർട്ടിയുടെ പ്രത്യേക സമ്മേളനത്തിലാണ് ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ മുൻ മേയറായ ബേണമിനെ ലേബർ പാർട്ടി പുതിയ നേതാവായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിൽ നിന്നും പാർട്ടിയെ മികച്ച വിജയത്തിലേക്ക് നയിച്ചത് കെയർ സ്റ്റാമറാണെന്നും ബ്രിട്ടനിലെ പുതിയ വലതുപക്ഷ രാഷ്ട്രീയത്തെ നേരിടാനും തോൽപ്പിക്കാനും താൻ പൂർണ്ണ സജ്ജനാണെന്നും പ്രഖ്യാപിച്ച് ആൻഡി ബേണം. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി ആൻഡി ബേണം തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. UK-യിലെ പ്രവാസികളെയും മലയാളി സമൂഹത്തെയും നേരിട്ട് ബാധിക്കുന്ന ഇമിഗ്രേഷൻ ആൻഡ് അസൈലം ബിൽ പാർലമെന്റിലെ അടുത്ത നിർണായക ഘട്ടത്തിലേക്ക്. ജൂലൈ 13-ന് ഹൗസ് ഓഫ് കോമൺസിൽ ബില്ലിന്റെ രണ്ടാം വായന പൂർത്തിയായി. ബില്ലിലെ ഓരോ വ്യവസ്ഥയും വിശദമായി പരിശോധിക്കുന്ന പബ്ലിക് ബിൽ കമ്മിറ്റി സെപ്റ്റംബർ 10 മുതൽ പ്രവർത്തനം ആരംഭിക്കും. കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ട് നവംബർ 3-നകം സമർപ്പിക്കും. മനുഷ്യക്കടത്തും ആധുനിക അടിമത്തവും തടയാനുള്ള പുതിയ നിയമവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തി. അപൂർവവും ഗുരുതരവുമായ രക്താർബുദങ്ങൾ ബാധിച്ച കുട്ടികൾക്കും മുതിർന്നവർക്കും വലിയ പ്രതീക്ഷ നൽകുന്ന 2 അത്യാധുനിക ചികിത്സകൾക്ക് NHS ഇംഗ്ലണ്ട് അംഗീകാരം നൽകി. മറ്റു ചികിത്സകൾ ഫലിക്കാത്ത രോഗികൾക്ക് ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന പുതിയ മരുന്നുകൾ വർഷം തോറും ഏകദേശം 200 പേർക്ക് പ്രയോജനം ചെയ്യും. 2027 ഒക്ടോബർ മുതൽ ഇംഗ്ലണ്ടിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അപൂർവ രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി കണ്ടെത്തുന്നതിനായി പരിശോധന നടത്തുമെന്ന് ആരോഗ്യ വകുപ്പ്. സ്പൈനൽ മസ്കുലർ അട്രോഫി കണ്ടെത്തുന്ന നവജാത ശിശുക്കളുടെ 5-ാം ദിവസം നടത്തുന്ന ഹീൽ പ്രിക് രക്തപരിശോധനയിലൂടെ. ഇറാനിൽ തുടർച്ചയായ 7-ാം രാത്രിയും US ആക്രമണം. താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആക്രമണം. ഇറാന്റെ നിരീക്ഷണ കേന്ദ്രങ്ങൾ, സൈനിക ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ, ഭൂഗർഭ ആയുധ സംഭരണശാലകൾ, നാവികശേഷികൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ, സിറിയ എന്നിവിടങ്ങൾ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം നിഷേധിച്ച് US. ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകുന്ന പുതിയ തീരുമാനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ട്രക്ക് ഡ്രൈവിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന കുടിയേറ്റക്കാരെ പുറത്താക്കി വിമുക്ത ഭടന്മാരെ നിയമിക്കാൻ നിർദ്ദേശം. കുടിയേറ്റക്കാരായ ഡ്രൈവർമാരിൽ പലരും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളാണെന്നും അവർ നിരന്തരം അപകടങ്ങൾ വരുത്തുന്നുവെന്നും ട്രംപിന്റെ പുതിയ പരിഷ്കാരം ബാധിക്കുന്നത് അമേരിക്കയിലെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടിയേറ്റക്കാരെ. പൗരത്വത്തിൽ സംശയമുള്ള വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണഘടനാപരമായ അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി. ഒരാൾ ഇന്ത്യൻ പൗരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം തിരഞ്ഞെടുപ്പ് കമ്മീഷനില്ല എന്നും കോടതി. സുപ്രധാന നിരീക്ഷണം നടത്തിയത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മാല്യ ബജക്, ജസ്റ്റിസ് V മോഹന എന്നിവരടങ്ങിയ ബെഞ്ച്. കോടതി പരാമർശം പശ്ചിമ ബംഗാൾ പ്രദേശത്ത് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹിയായ പ്രസഞ്ജിത് ബോസ് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കവേ. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി വൈകുന്നതിന് കാരണം ഇന്ത്യൻ അധികൃതരുടെ കടുംപിടുത്തവും സ്വാർത്ഥതയുമാണ് എന്ന ഗുരുതര ആരോപണവുമായി മുൻ ജാപ്പനീസ് നീതിന്യായ മന്ത്രി ഹിഡേക് മക്കിഗാര. പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെ ഇന്ത്യൻ ഭാഗത്തു നിന്നും കടുത്ത ധിക്കാരപരമായ സമീപനമാണ് ഉണ്ടായതെന്നും നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന് വിമർശനം. മുൻ ജാപ്പനീസ് മന്ത്രിയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. മക്കിഹാരയുടേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും വസ്തുതകളുമായി ഇതിന് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ഓഗസ്റ്റ് 18 മുതൽ ആരംഭിക്കും. ഇന്നു മുതൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖത്തിൽ നിന്നും സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. മിഷൻ സമുദ്ര ബിസിനസ് സമ്മിറ്റിന് തുടക്കമായി. CMLR എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ സ്വത്ത് കണ്ടുകെട്ടാൻ EDയുടെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിൽ. കേസിൽ ഉൾപ്പെട്ട CMRL അധികൃതരുടെ സ്വത്ത് കണ്ടുകെട്ടിയേക്കും. അന്വേഷണത്തോടനുബന്ധിച്ച് വീണ വിജയന്റെ 1.5 ലക്ഷം രൂപയുടെ ബാങ്ക് അക്കൗണ്ട് ED നേരത്തെ മരവിപ്പിച്ചു. CMRL കമ്പനിയിൽ ആദായ നികുതി വകുപ്പ് 2019 ജനുവരിയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഏകദേശം 130 കോടിയുടെ വ്യാജ ചെലവുകൾ. വാർത്തകൾ വിശദമായി. ബ്രിട്ടനിലെ പുതിയ വലതുപക്ഷ രാഷ്ട്രീയത്തെ ഒത്തൊരുമയോടെ നേരിടാനും തോൽപ്പിക്കുവാനും താൻ പൂർണ്ണ സജ്ജനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലേബർ പാർട്ടിയുടെ പുതിയ നേതാവായി ആൻഡി ബേണം ചുമതലയേറ്റു. തിങ്കളാഴ്ച അദ്ദേഹം ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കും. ലണ്ടനിലെ TUC ആസ്ഥാനത്ത് നടന്ന പാർട്ടിയുടെ പ്രത്യേക സമ്മേളനത്തിലാണ് ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ മുൻ മേയറായ ബേണം ലേബർ പാർട്ടിയുടെ പുതിയ നേതാവായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കെയർ സ്റ്റാമറുടെ പിൻഗാമിയായി എത്തുന്ന അദ്ദേഹത്തിന് MPമാർ, ട്രേഡ് യൂണിയനുകൾ, വിവിധ പാർട്ടി ഘടകങ്ങൾ എന്നിവരുടെ വൻ പിന്തുണയാണ് ലഭിച്ചത്. പാർട്ടിയുടെ ഭരണസമിതി അധ്യക്ഷ ഷബാന മഹ്മൂദാണ്
ബേണത്തിന്റെ പേര് പ്രഖ്യാപിച്ചത്. നേതൃത്വ പദവി ഏറ്റെടുത്ത ശേഷം രാജ്യം പുതിയൊരു രാഷ്ട്രീയത്തിനായി ദാഹിക്കുകയാണെന്നും ഇത് ലേബർ പാർട്ടിക്ക് ലഭിക്കുന്ന മാറ്റത്തിനുള്ള അവസാന അവസരമാണെന്നും ബേണം വ്യക്തമാക്കി. പാർട്ടിയിൽ ആഭ്യന്തര കലഹങ്ങൾ ഒഴിവാക്കി എല്ലാവരും ഒരുമിച്ച് മുന്നോട്ടു പോകേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. മുൻ നേതാവ് കെ സ്റ്റാമറുടെ നേതൃത്വത്തെ ബേണം പ്രത്യേകം പ്രശംസിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിൽ നിന്നും പാർട്ടിയെ മികച്ച വിജയത്തിലേക്ക് നയിച്ചത് സ്റ്റാമറാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു. തന്റെ ഭരണത്തിന്റെ വിശദമായ നയരൂപീകരണം വരും ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാകൂ എങ്കിലും ഭാവി സർക്കാരിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നും ബേണം വ്യക്തമാക്കിയിട്ടുണ്ട്. വെസ്റ്റ് മിനിസ്റ്ററിലും വൈറ്റ് ഹാളിലുമുള്ള കേന്ദ്രീകൃത അധികാരം പിടിച്ച് പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് കൈമാറുക, സാധാരണക്കാർക്കായി കൂടുതൽ സോഷ്യൽ കൗൺസിൽ വീടുകൾ നിർമ്മിച്ചു നൽകുക, രാജ്യത്ത് വ്യവസായങ്ങൾക്കും ബിസിനസ്സുകൾക്കും അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുക എന്നിവയ്ക്കായിരിക്കും തന്റെ സർക്കാർ മുൻഗണന നൽകുകയെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. കൺസർവേറ്റീവ് പാർട്ടിയുടെയോ റിഫോം പാർട്ടിയുടെയോ ഗ്രീൻസ് പാർട്ടിയുടെയോ നയങ്ങൾ അന്ധമായി അനുകരിക്കാതെ ലേബർ പാർട്ടിയുടേതായ തനത് രാഷ്ട്രീയ ദിശാബോധത്തിലൂടെ മുന്നോട്ടു പോകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. താൻ മാഞ്ചസ്റ്റർ മേയർ ആയിരുന്നതിനാൽ വടക്കൻ മേഖലകളിൽ മാത്രം ശ്രദ്ധിക്കുന്ന നേതാവാണെന്ന വിമർശനങ്ങളെ അദ്ദേഹം പാടെ തള്ളി. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് വ്യത്യാസമില്ലാതെ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന നേതാവായിരിക്കും താനെന്നും ബേണം ഉറപ്പു നൽകി. അധികാര കൈമാറ്റം തിങ്കളാഴ്ച നടക്കുമ്പോൾ തിങ്കളാഴ്ച നിലവിലെ പ്രധാനമന്ത്രി കെ സ്റ്റാമർ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെത്തി ഔദ്യോഗികമായി രാജി സമർപ്പിക്കുന്നതോടെ അധികാര കൈമാറ്റ നടപടികൾ ആരംഭിക്കും. തുടർന്ന് ആൻഡി ബേണം പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കും. ഡൌണിംഗ് സ്ട്രീറ്റിൽ വെച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത ശേഷം അന്നു തന്നെ പുതിയ മന്ത്രിസഭയും അദ്ദേഹം പ്രഖ്യാപിക്കും. എന്നാൽ മന്ത്രിസഭാംഗങ്ങളെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. UK-യിലെ വിസ അഭയാർത്ഥി സ്ഥിര താമസ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇമിഗ്രേഷൻ ആൻഡ് അസൈലം ബിൽ പാർലമെന്റിലെ അടുത്ത നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ജൂലൈ 13-ന് ഹൗസ് ഓഫ് കോമൺസിൽ ബില്ലിന്റെ രണ്ടാം വായന പൂർത്തിയായതിന് പിന്നാലെ ബില്ലിലെ ഓരോ വ്യവസ്ഥയും വിശദമായി പരിശോധിക്കുന്ന പബ്ലിക് ബിൽ കമ്മിറ്റി സെപ്റ്റംബർ 10 മുതൽ പ്രവർത്തനം ആരംഭിക്കും. ബില്ലിലെ ഓരോ വകുപ്പും പരിശോധിക്കുന്നതിനൊപ്പം വിദഗ്ധരിൽ നിന്നും സംഘടനകളിൽ നിന്നും തെളിവെടുപ്പും കമ്മിറ്റി ആരംഭിക്കും. നിലവിലുള്ള ഇമിഗ്രേഷൻ അപ്പീൽ സംവിധാനത്തിന് പകരം പുതിയ ഇൻഡിപെൻഡന്റ് ഇമിഗ്രേഷൻ അപ്പീൽസ് അതോറിറ്റി രൂപീകരിക്കുക, മനുഷ്യാവകാശ കൺവെൻഷനിലെ ആർട്ടിക്കിൾ 8 ദുരുപയോഗം ചെയ്ത് നാടുകടത്തൽ ഒഴിവാക്കുന്ന സാഹചര്യം നിയന്ത്രിക്കുക, അഭയാർത്ഥി സംരക്ഷണത്തിനായി പുതിയ സിംഗിൾ പ്രൊട്ടക്ഷൻ മോഡൽ നടപ്പിലാക്കുക എന്നിവയാണ് ബില്ലിലെ പ്രധാന നിർദ്ദേശങ്ങൾ. കൂടാതെ സർക്കാർ സഹായം ലഭിക്കുന്ന അഭയാർത്ഥികൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തരായ സഹായത്തിന്റെ ഒരു വിഹിതം തിരിച്ചടയ്ക്കുന്ന സംവിധാനം, മനുഷ്യക്കടത്തും ആധുനിക അടിമത്തവും തടയാനുള്ള പുതിയ നിയമവ്യവസ്ഥകൾ എന്നിവയിലും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ട് നവംബർ 3-നകം സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം പൊതുജനങ്ങൾക്കും സംഘടനകൾക്കും ബില്ലിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഔദ്യോഗിക ഇമെയിൽ വിലാസത്തിൽ അയക്കാം. UK-യിലെ പ്രവാസികളെയും മലയാളി സമൂഹത്തെയും നേരിട്ട് ബാധിക്കുന്നതിനാൽ ഈ ബില്ലിന്റെ തുടർ നടപടികൾ ഏറെ ശ്രദ്ധേയമാവുകയാണ്. അപൂർവവും ഗുരുതരവുമായ രക്താർബുദങ്ങൾ ബാധിച്ച കുട്ടികൾക്കും മുതിർന്നവർക്കും വലിയ പ്രതീക്ഷ നൽകുന്ന 2 അത്യാധുനിക ചികിത്സകൾക്ക് NHS ഇംഗ്ലണ്ട് അംഗീകാരം നൽകി. മറ്റ് ചികിത്സകൾ ഫലിക്കാത്ത രോഗികൾക്ക് ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന ഈ പുതിയ മരുന്നുകൾ വർഷം തോറും ഏകദേശം 200 പേർക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. പുതിയ 10 വർഷത്തെ ക്യാൻസർ പദ്ധതിയുടെ ഭാഗമായാണ് ഈ ചികിത്സകൾക്ക് അനുമതി നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഡഫ്രാഫെനിഫ് എന്ന ഗുളിക അപൂർവമായ ഹിസ്റ്റോഫൈസൈറ്റിക് ന്യൂപ്ലാസം എന്ന രക്താർബുദത്തെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ടാർഗറ്റഡ് തെറാപ്പിയാണ്. ആശുപത്രിയിൽ പ്രവേശിക്കാതെ വീട്ടിലിരുന്ന് തന്നെ ഈ മരുന്ന് കഴിക്കാനാകും എന്നതാണ് പ്രത്യേകത. അതോടൊപ്പം ചികിത്സയോട് പ്രതികരിക്കാത്തതോ വീണ്ടും തിരിച്ചു വന്നതോ ആയ ഹോട്ട്സ്കിൻ ലിംഫോമ ബാധിച്ച 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കായി ബ്രെൻഡൻ സ്കീമ വെട്ടോട്ടിൻ ബ്രെൻസ്റ്റാബിൻ സംയോജിത ചികിത്സയും NHS ലഭ്യമാക്കും. സ്റ്റെം സെൻട്രൽ ട്രാൻസ്പ്ലാന്റിന് മുമ്പ് രോഗികളെ സജ്ജമാക്കാൻ ഈ ചികിത്സ സഹായിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. പുതിയ മരുന്ന് ഉപയോഗിച്ച് രോഗമുക്തി നേടിയ രോഗികളും ചികിത്സയുടെ ഫലപ്രാപ്തി പങ്കുവച്ചിട്ടുണ്ട്. കഴുത്തിലോ കക്ഷത്തിലോ വേദനയില്ലാത്ത വീക്കം, രാത്രിയിൽ അമിതമായ വിയർപ്പ്, തുടർച്ചയായ പനി, പെട്ടെന്ന് ശരീരഭാരം കുറയൽ തുടങ്ങിയ ലക്ഷണങ്ങൾ അവഗണിക്കരുതെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കൃത്യസമയത്തെ രോഗനിർണയവും അത്യാധുനിക ചികിത്സയും കൂടുതൽ രോഗികളിലേക്ക് എത്തിക്കാനുള്ള NHSന്റെ പുതിയ നീക്കമാണ് ഈ തീരുമാനം വിലയിരുത്തപ്പെടുന്നത്. 2027 ഒക്ടോബർ മുതൽ ഇംഗ്ലണ്ടിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അപൂർവമായ പേശിക്ഷയ രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി കണ്ടെത്തുന്നതിനായി പരിശോധന നടത്തുമെന്ന് ആരോഗ്യവകുപ്പ്. നവജാത ശിശുക്കളുടെ 5-ാം ദിവസം നടത്തുന്ന ഹീൽ പ്രിക് രക്തപരിശോധനയിലൂടെയാകും SMA കണ്ടെത്തുക. രോഗം നേരത്തെ തിരിച്ചറിഞ്ഞാൽ ഫലപ്രദമായ ജീൻ ചികിത്സ നൽകാനും ഗുരുതരമായ ലക്ഷണങ്ങൾ ഒഴിവാക്കാനും കഴിയും എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ.
SMA ബാധിച്ച കുട്ടികൾക്ക് കൈകാലുകളുടെ ബലക്കുറവ്, ഇരിക്കാനും ഇഴയാനും നടക്കാനുമുള്ള ബുദ്ധിമുട്ട്, ശ്വസന വിഴുങ്ങൽ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാം. രോഗം കണ്ടെത്താതെ പോയാൽ ചില കുട്ടികൾക്ക് 2 വയസ്സിനുള്ളിൽ ജീവൻ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഏകദേശം 10,000 കുഞ്ഞുങ്ങളിൽ ഒരാൾക്ക് രോഗം ബാധിക്കാമെന്നാണ് കണക്ക്. UK-യിൽ ശരാശരി 48 കുഞ്ഞുങ്ങൾക്കാണ് ഓരോ വർഷവും SMA സ്ഥിരീകരിക്കുന്നത്. ഈ വർഷം ഒക്ടോബർ മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇംഗ്ലണ്ടിൽ 72% നവജാത ശിശുക്കൾക്ക് പരിശോധന ആരംഭിക്കും. എന്നാൽ പ്രദേശഭേദമനുസരിച്ച് പരിശോധന ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന വിമർശനത്തെ തുടർന്നാണ് 2027 മുതൽ സമ്പൂർണ്ണ പരിശോധന പ്രഖ്യാപിച്ചത്. നിലവിലെ 7 ലബോറട്ടറികൾക്ക് പകരം 13 കേന്ദ്രങ്ങളിലും പരിശോധനയിൽ പങ്കാളികളാകാം. വർഷങ്ങളായുള്ള പ്രചരണത്തിന് ശേഷമുള്ള നിർണായകമായ നേട്ടമാണിതെന്ന് രോഗി സംഘടനകളും പ്രചരണ പ്രവർത്തകരും പ്രതികരിച്ചു. UK-യിലെ റോഷ്ഡെയിലിൽ പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ ഗ്രൂമിംഗ് ഗാങ് തലവൻ ഷബീർ അഹമ്മദിനെ നാടുകടത്താനുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി ജയിൽ മോചിതനായ അഹമ്മദിനെ സ്വീകരിക്കാൻ പാകിസ്ഥാൻ വിമുഖത പ്രകടിപ്പിച്ചതോടെയാണ് നാടുകടത്തൽ പ്രതിസന്ധിയിലായത്. ഷബീർ അഹമ്മദിനെതിരെയുള്ള നടപടികൾ പൂർണ്ണമായും UK-യുടെ ആഭ്യന്തര കാര്യമാണെന്നും ഈ വിഷയവുമായി പാകിസ്ഥാൻ സർക്കാരിന് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് താഹിർ അദ്രാബി വ്യക്തമാക്കി. അഹമ്മദ് തന്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ചത് UK-യിലാണ്. ബ്രിട്ടീഷ് മണ്ണിൽ വെച്ച് ചെയ്ത നിന്ദ്യമായ കുറ്റകൃത്യങ്ങൾക്ക് ബ്രിട്ടീഷ് കോടതിയാണ് ഇയാളെ ശിക്ഷിച്ചതെന്നും അദ്രാബി കൂട്ടിച്ചേർത്തു. അയാൾ വളർന്നതും രൂപപ്പെട്ടതും മോശമായതും UK-യിൽ വെച്ചാണ്. ഇയാളുടെ ക്രൂരമായ കുറ്റകൃത്യങ്ങൾക്ക് ബാഹ്യമായ കാരണങ്ങൾ തിരയുന്നതിനേക്കാൾ UK ഗൗരവമേറിയ ആത്മപരിശോധന നടത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 13 വയസ്സു മാത്രം പ്രായമുള്ള പെൺകുട്ടികളെ 2 റെസ്റ്റോറന്റുകളിൽ വെച്ച് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ കേസിൽ 9 പേരടങ്ങുന്ന സംഘത്തിൽ പ്രധാനിയായിരുന്നു ഷബീർ അഹമ്മദ്. 2012-ൽ 22 വർഷത്തെ തടവു ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ഈ മാസമാണ് ഇയാൾ ജയിൽ മോചിതനായത്. 1960-കളുടെ അവസാനത്തിൽ UK-യിലെത്തിയ ഷബീർ അഹമ്മദിന് ബ്രിട്ടീഷ് പാകിസ്ഥാനി ഇരട്ട പൗരത്വമുണ്ടായിരുന്നു. ശിക്ഷിക്കപ്പെട്ടതിന് പിന്നാലെ ഇയാളുടെ ബ്രിട്ടീഷ് പാസ്പോർട്ട് റദ്ദാക്കിയിരുന്നു. എന്നാൽ 1973 മുമ്പ് UK-യിൽ എത്തുകയും 5 വർഷമെങ്കിലും രാജ്യത്ത് താമസിക്കുകയും ചെയ്ത കോമൺവെൽത്ത് പൗരന്മാരെ നാടുകടത്തുന്നത് UK-യിൽ 1971-ലെ ഇമിഗ്രേഷൻ ആക്ട് തടയുന്നുണ്ട്. ഈ നിയമം ഭേദഗതി ചെയ്യാൻ സർക്കാർ നിർദ്ദേശിക്കുന്നുണ്ട് എങ്കിലും പാകിസ്ഥാൻ ഇയാളെ സ്വീകരിക്കാൻ തയ്യാറാകാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന തടസ്സം. അഹമ്മദിനെ നാടുകടത്തുന്നതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനുമായി ചർച്ചകൾ നടക്കുകയാണെന്നും UK പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അതേസമയം അഹമ്മദിനെ തിരികെ സ്വീകരിക്കാൻ പാകിസ്ഥാനെ നിർബന്ധിതരാക്കാൻ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്നും കൺസർവേറ്റീവ് ഷാഡോ ആഭ്യന്തര സെക്രട്ടറി ക്രിപ്സ് ഫിലിപ്സ് ആവശ്യപ്പെട്ടു. താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാനിൽ തുടർച്ചയായ 7ാം രാത്രിയും US ആക്രമണം. ഇറാന്റെ നിരീക്ഷണ കേന്ദ്രങ്ങൾ, സൈനിക ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ, ഭൂഗർഭ ആയുധ സംഭരണശാലകൾ, നാവികശേഷികൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, യുദ്ധക്കപ്പലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള അത്യാധുനിക സജ്ജീകരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണം മണിക്കൂറുകൾ നീണ്ടു. ഇറാനിലെ യസ്ദ, ഹസീം ദ്വീപ്, ബന്ദർ അബ്ബാസ് തുറമുഖം എന്നിവിടങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തങ്ങളുടെ വ്യോമ അതിർത്തിയിലേക്ക് ഇറാൻ തൊടുത്തുവിട്ട 10 മിസൈലുകൾ രാത്രിയിൽ വിജയകരമായി തടഞ്ഞതായും ജോർദാൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ, സിറിയ എന്നിവിടങ്ങളിൽ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായി അവകാശപ്പെട്ടു എങ്കിലും US ഇത് നിഷേധിക്കുകയായിരുന്നു. ഇറാനിയൻ ഡ്രോൺ ആക്രമണങ്ങൾ തങ്ങളുടെ നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും വൈദ്യുതി നിലയത്തിനും ജലശുദ്ധീകരണ കേന്ദ്രങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതായി കുവൈറ്റ് വ്യക്തമാക്കി. അമേരിക്കൻ ട്രക്ക് ഡ്രൈവിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന കുടിയേറ്റക്കാരെ മാറ്റി പകരം അമേരിക്കയിലെ വിമുക്ത ഭടന്മാരെ നിയമിക്കണമെന്ന വിവാദ നിർദ്ദേശവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പെൻസിൽവേനിയയിൽ നടന്ന സൈനിക നിക്ഷേപ സംഗമത്തിലാണ് കുടിയേറ്റക്കാരായ ഡ്രൈവർമാരെ ട്രക്കിംഗ് ഡ്രൈവിംഗ് മേഖലയിൽ നിന്നും ഒഴിവാക്കാനുള്ള തന്റെ ഭരണകൂടത്തിന്റെ പദ്ധതി അദ്ദേഹം വ്യക്തമാക്കിയത്. കുടിയേറ്റക്കാരായ ഡ്രൈവർമാരിൽ പലരും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളാണ് എന്നും അവർ നിരന്തരം അപകടങ്ങൾ വരുത്തുന്നുവെന്നും ട്രംപ് ആരോപണം ഉന്നയിച്ചു. അനധികൃതമായി രാജ്യത്തെത്തിയ കുടിയേറ്റക്കാർക്ക് പലപ്പോഴും കൃത്യമായ ലൈസൻസോ രേഖകളോ ഇല്ല എന്നും ഇവർ റോഡുകളിലെ അടയാളങ്ങൾ വായിക്കാൻ പോലും അറിയാത്തവരാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഇത്തരം ഡ്രൈവർമാരെ നീക്കം ചെയ്ത് പകരം അഭിമാനികളായ അമേരിക്കൻ വിമുക്ത ഭടന്മാരെ ട്രക്ക് ഓടിക്കാൻ പഠിപ്പിച്ച് ആ സ്ഥാനങ്ങളിൽ നിയമിക്കാനാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. സൈന്യത്തിൽ ഭാരമേറിയ വാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ള വിമുക്ത ഭടന്മാർക്ക് കമേഴ്സ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നേരിട്ട് അർഹതയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വർഷം മാർച്ച് മാസത്തിൽ മാത്രം നിയമപരമായ രേഖകളുള്ള 2 ലക്ഷത്തോളം കുടിയേറ്റക്കാരായ ഡ്രൈവർമാരുടെ ലൈസൻസുകൾ ഭരണകൂടം റദ്ദാക്കിയിരുന്നു. അമേരിക്കൻ പൗരന്മാർ ഈ ജോലി ചെയ്യാൻ താൽപര്യം കാണിക്കാത്തതും തുടക്കത്തിൽ തന്നെ ഉയർന്ന ശമ്പളം ലഭിക്കുന്നതുമാണ് കുടിയേറ്റക്കാരെ മേഖലയിലേക്ക് വലിയ തോതിൽ ആകർഷിക്കുന്നത്. ട്രംപിന്റെ ഈ പരിഷ്കാരം അമേരിക്കയിലെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടിയേറ്റക്കാരെ സാരമായി ബാധിക്കും.
ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശപ്പോരിൽ അർജന്റീനയെയും സ്പെയിനും ഏറ്റുമുട്ടുമ്പോൾ ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് റദർഫോർഡിലുള്ള മെറ്റ് ലൈഫ് സ്റ്റേഡിയം ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനു കൂടി വഴി തുറക്കും. സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ഞായറാഴ്ച നടക്കുന്ന അർജന്റീനയ്ക്കെതിരായ ലോകകപ്പ് ഫൈനലിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫൈനലിൽ ഉണ്ടാകും. ഇറാൻ യുദ്ധം, നാറ്റോയിലെ സ്പെയിൻ സംഭാവന, ഹമാസ് ഇസ്രയേൽ സംഘർഷം തുടങ്ങിയ വിഷയങ്ങളിൽ സാഞ്ചസും ട്രംപും പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഈ മാസം ആദ്യം അങ്കാറയിൽ നടന്ന ഉച്ചകോടിയിൽ സ്പെയിനുമായുള്ള എല്ലാ വ്യാപാര ബന്ധവും വിച്ഛേദിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാനെതിരായ ആക്രമണവേളയിൽ യുഎസിന്റെ സ്പെയിന്റെയും സൈനിക താവളങ്ങളുടെയും വ്യോമാതിർത്തികളുടെയും ഉപയോഗം നിഷേധിച്ചിരുന്നു. ഇത് ട്രംപിനെ ഏറെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. പെഡ്രോ സാഞ്ചസിനെ കൂടാതെ സ്പാനിഷ് രാജകുടുംബവും ഫൈനൽ മത്സരം കാണാൻ എത്തുന്നുണ്ട്. അതേസമയം അർജന്റീനൻ പ്രസിഡന്റ് ഹാവിയർ മിലെ കളി കാണാൻ യുഎസിലെത്തില്ല. തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം മത്സരം കാണാൻ നേരിട്ട് വരാതിരിക്കുന്നത്. മത്സരം വീട്ടിലിരുന്ന് കാണുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രംപുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന ആൾ കൂടിയാണ് അർജന്റീനിയൻ പ്രസിഡന്റ്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 129.95 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.18 യൂറോ, ഒരു യുഎസ് ഡോളർ 96.29 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 110.04 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 യുഎസ് ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.62 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. പൗരത്വത്തിൽ സംശയമുള്ള വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണഘടനാപരമായ അധികാരമുണ്ട് എന്ന് സുപ്രീം കോടതി. എന്നാൽ ഒരാൾ ഇന്ത്യൻ പൗരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം തിരഞ്ഞെടുപ്പ് കമ്മീഷനില്ല എന്നും കോടതി ഓർമ്മിപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മാല്യ ബാഗ്ചി, ജസ്റ്റിസ് വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ സുപ്രധാനമായ നിരീക്ഷണം നടത്തിയത്. പശ്ചിമ ബംഗാൾ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടന്ന വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പൗരത്വ പദവി അന്തിമമായി തീരുമാനിക്കാനുള്ള അതോറിറ്റി തിരഞ്ഞെടുപ്പ് കമ്മീഷനില്ല എന്ന് കോടതി ആവർത്തിച്ചു വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ നിന്നും പേര് ഒഴിവാക്കപ്പെട്ട പൗരത്വത്തിൽ സംശയമുള്ളവരുടെ പട്ടിക കേന്ദ്ര സർക്കാരിന് കൈമാറാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൗരത്വം സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ യോഗ്യതയുള്ള അതോറിറ്റി കേന്ദ്ര സർക്കാരിനാണ്. വോട്ടർ പട്ടികയിൽ നിന്നും പേര് വെട്ടിമാറ്റുന്നത് കൊണ്ട് മാത്രം ഒരാളുടെ ഇന്ത്യൻ പൗരത്വം ഇല്ലാതാകുന്നില്ല. പശ്ചിമ ബംഗാൾ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹിയായ പ്രസഞ്ജിത് ബോസ് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ ഈ പരാമർശം. വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി പൗരത്വത്തിൽ സംശയമുണ്ട് എന്ന് കാണിച്ച് പേര് നീക്കം ചെയ്യപ്പെട്ട ആളുകൾ റേഷൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. വോട്ടർ പട്ടികയിൽ നിന്നും പേര് വെട്ടുമാറ്റിയത് പൗരത്വം റദ്ദാക്കലായി കണക്കാക്കി ജനങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് സുപ്രീം കോടതി പശ്ചിമ ബംഗാൾ സർക്കാരിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ചു. ഹർജിയിൽ കൂടുതൽ വാദം കേൾക്കുന്നതിനായി ഓഗസ്റ്റ് 25 മാറ്റി. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി വൈകുന്നതിന് കാരണം ഇന്ത്യൻ അധികൃതരുടെ കടുംപിടുത്തവും സ്വാർത്ഥതയുമാണ് എന്ന ഗുരുതര ആരോപണവുമായി മുൻ ജാപ്പനീസ് നീതിന്യായ മന്ത്രി ഹിഡേക് മകികാര. പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കടുത്ത ധിക്കാരപരമായ സമീപനമാണ് ഉണ്ടായതെന്നും വാഗ്ദാനങ്ങൾ പാലിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. ജാപ്പനീസ് റെയിൽവേ എഞ്ചിനീയറായ ഇസാവോ സുജിമുറ എഴുതിയ ലേഖനത്തെ പിന്തുണച്ചുകൊണ്ടാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു മഹിഹാരയുടെ ഈ വിവാദ പരാമർശം. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി യഥാർത്ഥ ജാപ്പനീസ് ഷിൻകാൻസെൻ മാതൃകയിൽ നിന്നും പൂർണ്ണമായും മാറിയെന്നും 2023 സർവീസ് ആരംഭിക്കുമെന്ന പ്രഖ്യാപനം അപ്രായോഗികമാണ് എന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്നും ലേഖനത്തിൽ ആരോപണം ഉന്നയിക്കുന്നു. ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകൈച്ചി 2026 ജൂലൈയിൽ നടത്തിയ ഇന്ത്യൻ സന്ദർശനത്തിൽ പോലും ഈ വിഷയത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല എന്ന് മഹിഹാര കുറ്റപ്പെടുത്തി. ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ് എം പി പവൻ ഹേര പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. എന്നാൽ മുൻ ജാപ്പനീസ് മന്ത്രിയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തുകയായിരുന്നു. മഹിഹാരയുടേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും വസ്തുതകളുമായി ഇതിന് യാതൊരുവിധ ബന്ധവുമില്ല എന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. രാജ്യത്തെ കോവിഡ്-19 തരംഗം അവസാനിച്ചതിനു ശേഷം 4 വർഷങ്ങൾ പിന്നിടുമ്പോൾ ആന്ധ്രാപ്രദേശിൽ വീണ്ടും കോവിഡ് മരണങ്ങളും പുതിയ കേസുകളും റിപ്പോർട്ട് ചെയ്തത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാനത്ത് 3 ആഴ്ചയ്ക്കിടെ 4 കോവിഡ് മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനങ്ങൾ കടുത്ത ജാഗ്രതയിൽ.
ജൂൺ 26-നും ജൂലൈ 16-നും ഇടയിൽ വിവിധ ജില്ലകളിലായി 12 പേർക്ക് കോവിഡ് ബാധിച്ചതായും ആരോഗ്യ വകുപ്പ് സ്ഥിരീകരിച്ചു. മരണപ്പെട്ടവരിൽ 3 പേർ രായലസീമ മേഖലയിലെ കടപ്പ സ്വദേശികളും 4-മത്തെയാൾ തീരദേശ ആന്ധ്രയിലെ കാക്കിനാട സ്വദേശിയുമാണ്. മരണപ്പെട്ട 4 പേർക്കും പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, വൃക്കരോഗം തുടങ്ങിയ ഗുരുതരമായ ഇതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സെക്രട്ടറി ജി വീരപാണ്ഡ്യൻ അറിയിച്ചു. ഇതിൽ കടപ്പയിൽ നിന്നുമുള്ള രോഗി തമിഴ്നാട്ടിലെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത്. കാക്കിനാടയിൽ മരണപ്പെട്ടത് ഒരു പെൺകുട്ടിയാണ് എന്ന പ്രാദേശിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. നിലവിൽ രോഗബാധിതരായവരിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ വൈറസിന്റെ വകഭേദം തിരിച്ചറിയുന്നതിനാൽ പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് ജനിതക ശ്രേണീകരണത്തിനായി അയച്ചിട്ടുണ്ട്. ഡെൽറ്റ ഒമിക്രോൺ വകഭേദം സൃഷ്ടിച്ച ഭീകരമായ കോവിഡ് തരംഗങ്ങൾക്കു ശേഷം രാജ്യവ്യാപകമായി നടന്ന വാക്സിനേഷൻ ഡ്രൈവിന്റെ ഫലമായി 2022 മാർച്ചോടെ ഇന്ത്യയിൽ കോവിഡ് കേസുകൾ ഗണ്യമായി കുറഞ്ഞിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ അനുസരിച്ച് മഹാമാരി ആരംഭിച്ചതു മുതൽ ഇതുവരെ 5 ലക്ഷത്തിലധികം കോവിഡ് മരണങ്ങളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ഓഗസ്റ്റ് 18 മുതൽ ആരംഭിക്കും. ഇതോടെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖത്തിൽ നിന്നും സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് മിഷൻ സമുദ്ര ബിസിനസ് സമ്മിറ്റും സംഘടിപ്പിക്കും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക്സ് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതോടെ മിഷൻ സമുദ്ര ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. കേരള സർക്കാർ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ സംയുക്ത പൊതുകാര്യ പങ്കാളിത്ത മാതൃകയിൽ വികസിപ്പിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിലെ അതിവേഗം വളരുന്ന കണ്ടെയ്നർ തുറമുഖങ്ങളിലൊന്നാണ്. വാണിജ്യ പ്രവർത്തനം ആരംഭിച്ച് 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEU കണ്ടെയ്നർ കൈകാര്യം ചെയ്യുകയും ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പുകൾക്ക് ആതിഥ്യം വഹിക്കുകയും ചെയ്തതിലൂടെ ലോകോത്തര മാരിടൈം ഹബ് എന്ന ശേഷി വിഴിഞ്ഞം തുറമുഖം തെളിയിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി എക്സിം സേവനങ്ങൾ ആരംഭിക്കുന്നതിലൂടെ വിഴിഞ്ഞം സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി കവാടമായി മാറും. ഇതിലൂടെ ചരക്ക് ഗതാഗത ചെലവ് കുറയുകയും വിതരണ ശൃംഖല കൂടുതൽ കാര്യക്ഷമമാവുകയും കയറ്റുമതി മത്സരക്ഷമത വർദ്ധിക്കുകയും പുതിയ നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. എക്സിം പ്രവർത്തനങ്ങളുടെ തുടക്കം സംസ്ഥാന സർക്കാരിന്റെ ദീർഘകാല സമുദ്ര വികസന ദൗത്യമായ മിഷൻ സമുദ്രയുടെ സുപ്രധാന നാഴികക്കല്ലാകും. CMRL എക്സാലോജിക് പണമിടപാടു കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ സ്വത്ത് കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനുള്ള നടപടിക്രമങ്ങൾ കൊച്ചി ED ഓഫീസിൽ അവസാന ഘട്ടത്തിൽ. കേസ് ഉൾപ്പെട്ട CMRL അധികൃതരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടിയേക്കും. ED ഉദ്യോഗസ്ഥ സംഘം ഈ മാസം ആദ്യം കണ്ണൂരിലെ പിണറായി പാതിരിയാട് വില്ലേജുകളിലെത്തി പരിശോധന നടത്തിയിരുന്നു. പിണറായി പാറപ്രം റോഡിൽ വീണയുടെ പേരിൽ 80 സെന്റ് ഉണ്ടെന്നാണ് ലഭിച്ച വിവരം. പാതിരിയാട് വില്ലേജിൽ പിണറായി വിജയന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലവും അന്ന് ED ഉദ്യോഗസ്ഥ സംഘം പരിശോധിച്ചിരുന്നു. ഇതും വീണയുടെ പേരിലുള്ളതാണെന്നാണ് സൂചന. നേരത്തെ വീണ വിജയന്റെ 1.5 ലക്ഷം രൂപയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു. CMRL കമ്പനിയിൽ ആദായ നികുതി വകുപ്പ് 2019 ജനുവരിയിൽ നടത്തിയ പരിശോധനയിൽ ഏകദേശം 130 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ കണ്ടെത്തിയിരുന്നു. ഇതിൽ വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് IT കൺസൾട്ടൻസി സേവനങ്ങളുടെ പേരിൽ നൽകിയ 2.78 കോടി രൂപയുടെ വ്യാജ പേയ്മെന്റുകളും ഉൾപ്പെടും. KSU പ്രവർത്തകർക്ക് സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ട വേദിയിലാണ് ആദ്യം ഉന്നയിക്കേണ്ടത്. ആദ്യം പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം. ജനങ്ങളാകെ പ്രതീക്ഷയോടെ കാണുന്ന സർക്കാരാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ അരോസരങ്ങൾ ഉണ്ടാകരുത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാർട്ടി ശ്രമിക്കും. സർക്കാരും ഇക്കാര്യത്തിൽ ശ്രമിക്കും. പാർട്ടി പ്രവർത്തകർക്ക് മനോവിഷവും ഉണ്ടാകുന്ന കാര്യങ്ങൾ ആരും ചെയ്യരുതെന്നും KC കൂട്ടിച്ചേർത്തു. വഖഫ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നും അദ്ദേഹം വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങിയപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ കൂട്ടിച്ചേർത്തത്. ലോകകപ്പ് ഫൈനലിൽ ലോകോത്തര പോപ്പ് താരങ്ങൾ അണിനിരക്കുന്ന മെഗാ സംഗീത വിരുന്ന് നടക്കാനിരിക്കെ കളിക്കാരുടെ സുരക്ഷ മുൻനിർത്തി ഹാഫ് ടൈം ഇടവേളയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഫിഫ. ഫൈനൽ മത്സരത്തിലെ ഹാഫ് ടൈം ബ്രേക്ക് 17 മിനിറ്റിൽ കൂടില്ല എന്നും ഫിഫ, സ്പാനിഷ്, അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുകൾ ഔദ്യോഗികമായി വ്യക്തമാക്കി. സാധാരണയായി ഫുട്ബോൾ മത്സരങ്ങളിൽ നടക്കുന്ന 15 മിനിറ്റ് ഇടവേളകളേക്കാൾ വെറും 2 മിനിറ്റ് മാത്രമാണ് ഇവിടെ അധികമായി അനുവദിക്കുക. ഈ 17 മിനിറ്റിൽ 11 മിനിറ്റ് മാത്രമായിരിക്കും തത്സമയ സംഗീത പരിപാടികൾക്കായി മാറ്റിവെക്കുക. ബാക്കി സമയം വേദി പെട്ടെന്ന് ഒരുക്കുവാനും മാറ്റാനും ഗ്രൗണ്ടിലെ പുല്ല് നനയ്ക്കാനും വേണ്ടിയാണ് ഉപയോഗിക്കുക. ന്യൂയോർക്കിലെ കാട്ടുതീയെ തുടർന്നുണ്ടായ പുകപടലങ്ങൾ സൃഷ്ടിച്ച ആശങ്കകൾക്കിടയിലും ഫൈനൽ വൻ ആഘോഷമാക്കാനാണ് ഫിഫയുടെ പ്ലാൻ. പോപ്പ് രാജ്ഞി ഷക്കീറ, ജസ്റ്റിൻ ബീബർ, മഡോണ, ലോകപ്രശസ്തരായ കൊറിയൻ ബ്രാൻഡഡ് ആയ BTS എന്നിവരാണ് ഹാഫ് ടൈം ഷോയ്ക്ക് തിയേറ്റർ ഒരുക്കുന്നത്. ഇവർക്ക് പുറമെ ബർണ ബോയ്, പ്രശസ്ത കണ്ടക്ടർ ഗുസ്താവോ ഡുഡമൽ, കോൾഡ് പ്ലേയുടെ ക്രിസ് മാർട്ടിൻ നയിക്കുന്ന PS22 കോറസ് എന്നിവരും ഫൈനൽ വേദിയിൽ വിസ്മയം തീർക്കും.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിൽ ലേബർ പാർട്ടിയുടെ പുതിയ നേതാവായി ആൻഡി ബേണം ചുമതലയേറ്റു. ലണ്ടനിലെ TUC ആസ്ഥാനത്ത് നടന്ന പാർട്ടിയുടെ പ്രത്യേക സമ്മേളനത്തിലാണ് ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ മുൻ മേയറായ ബേണമിനെ ലേബർ പാർട്ടി പുതിയ നേതാവായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിൽ നിന്നും പാർട്ടിയെ മികച്ച വിജയത്തിലേക്ക് നയിച്ചത് കെയർ സ്റ്റാമറാണെന്നും ബ്രിട്ടനിലെ പുതിയ വലതുപക്ഷ രാഷ്ട്രീയത്തെ നേരിടാനും തോൽപ്പിക്കാനും താൻ പൂർണ്ണ സജ്ജനാണെന്നും പ്രഖ്യാപിച്ച് ആൻഡി ബേണം. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി ആൻഡി ബേണം തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. UK-യിലെ പ്രവാസികളെയും മലയാളി സമൂഹത്തെയും നേരിട്ട് ബാധിക്കുന്ന ഇമിഗ്രേഷൻ ആൻഡ് അസൈലം ബിൽ പാർലമെന്റിലെ അടുത്ത നിർണായക ഘട്ടത്തിലേക്ക്. ജൂലൈ 13 ഹൗസ് ഓഫ് കോമൺസിൽ ബില്ലിന്റെ രണ്ടാം വായന പൂർത്തിയായി. ബില്ലിലെ ഓരോ വ്യവസ്ഥയും വിശദമായി പരിശോധിക്കുന്ന പബ്ലിക് ബിൽ കമ്മിറ്റി സെപ്റ്റംബർ 10 മുതൽ പ്രവർത്തനം ആരംഭിക്കും. കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ട് നവംബർ 3 സമർപ്പിക്കും. മനുഷ്യക്കടത്തും ആധുനിക അടിമത്തവും തടയാനുള്ള പുതിയ നിയമവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തി. അപൂർവവും ഗുരുതരവുമായ രക്താർബുദങ്ങൾ ബാധിച്ച കുട്ടികൾക്കും മുതിർന്നവർക്കും വലിയ പ്രതീക്ഷ നൽകുന്ന 2 അത്യാധുനിക ചികിത്സകൾക്ക് NHS ഇംഗ്ലണ്ട് അംഗീകാരം നൽകി. മറ്റു ചികിത്സകൾ ഫലിക്കാത്ത രോഗികൾക്ക് ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന പുതിയ മരുന്നുകൾ വർഷം തോറും ഏകദേശം 200 പേർക്ക് പ്രയോജനം ചെയ്യും. 2027 ഒക്ടോബർ മുതൽ ഇംഗ്ലണ്ടിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അപൂർവ രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി കണ്ടെത്തുന്നതിനായി പരിശോധന നടത്തുമെന്ന് ആരോഗ്യ വകുപ്പ്. സ്പൈനൽ മസ്കുലർ അട്രോഫി കണ്ടെത്തുന്ന നവജാത ശിശുക്കളുടെ 5-ാം ദിവസം നടത്തുന്ന ഹീൽ പ്രിക് രക്തപരിശോധനയിലൂടെ. ഇറാനിൽ തുടർച്ചയായ 7-ാം രാത്രിയും US ആക്രമണം. താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആക്രമണം. ഇറാന്റെ നിരീക്ഷണ കേന്ദ്രങ്ങൾ, സൈനിക ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ, ഭൂഗർഭ ആയുധ സംഭരണശാലകൾ, നാവികശേഷികൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ, സിറിയ എന്നിവിടങ്ങൾ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം നിഷേധിച്ച് US. ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകുന്ന പുതിയ തീരുമാനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ട്രക്ക് ഡ്രൈവിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന കുടിയേറ്റക്കാരെ പുറത്താക്കി വിമുക്ത ഭടന്മാരെ നിയമിക്കാൻ നിർദ്ദേശം. കുടിയേറ്റക്കാരായ ഡ്രൈവർമാരിൽ പലരും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളാണെന്നും അവർ നിരന്തരം അപകടങ്ങൾ വരുത്തുന്നുവെന്നും ട്രംപിന്റെ പുതിയ പരിഷ്കാരം ബാധിക്കുന്നത് അമേരിക്കയിലെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടിയേറ്റക്കാരെ. പൗരത്വത്തിൽ സംശയമുള്ള വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണഘടനാപരമായ അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി. ഒരാൾ ഇന്ത്യൻ പൗരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം തിരഞ്ഞെടുപ്പ് കമ്മീഷനില്ല എന്നും കോടതി. സുപ്രധാന നിരീക്ഷണം നടത്തിയത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മാല്യ ബജക്, ജസ്റ്റിസ് V മോഹന എന്നിവരടങ്ങിയ ബെഞ്ച്. കോടതി പരാമർശം പശ്ചിമ ബംഗാൾ പ്രദേശത്ത് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹിയായ പ്രസഞ്ജിത് ബോസ് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കവേ. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി വൈകുന്നതിന് കാരണം ഇന്ത്യൻ അധികൃതരുടെ കടുംപിടുത്തവും സ്വാർത്ഥതയുമാണ് എന്ന ഗുരുതര ആരോപണവുമായി മുൻ ജാപ്പനീസ് നീതിന്യായ മന്ത്രി ഹിഡേക് മക്കിഗാര. പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെ ഇന്ത്യൻ ഭാഗത്തുനിന്നും കടുത്ത ധിക്കാരപരമായ സമീപനമാണ് ഉണ്ടായതെന്നും നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന് വിമർശനം. മുൻ ജാപ്പനീസ് മന്ത്രിയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. മക്കിഹാരയുടേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും വസ്തുതകളുമായി ഇതിന് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ഓഗസ്റ്റ് 18 മുതൽ ആരംഭിക്കും. ഇന്നു മുതൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖത്തിൽ നിന്നും സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. മിഷൻ സമുദ്ര ബിസിനസ് സമ്മിറ്റിന് തുടക്കമായി. CMLR എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ സ്വത്ത് കണ്ടുകെട്ടാൻ EDയുടെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിൽ. കേസിൽ ഉൾപ്പെട്ട CMRL അധികൃതരുടെ സ്വത്ത് കണ്ടുകെട്ടിയേക്കും. അന്വേഷണത്തോടനുബന്ധിച്ച് വീണ വിജയന്റെ 1.5 ലക്ഷം രൂപയുടെ ബാങ്ക് അക്കൗണ്ട് ED നേരത്തെ മരവിപ്പിച്ചു. CMRL കമ്പനിയിൽ ആദായ നികുതി വകുപ്പ് 2019 ജനുവരിയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഏകദേശം 130 കോടിയുടെ വ്യാജ ചെലവുകൾ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.